MRC ഗ്യാങ് പിടിച്ച പുതിയ വള്ളിക്കേസിനെ കുറിച്ചാണ് കേസ് ഇന്നത്തെ വീഡിയോ. ഈ MRC മമ്മൂൻ്റെയൊക്കെ ഒരു അവസ്ഥ ഉള്ള കാര്യം പറയല്ല കേസേ. അവന് വിദ്യാഭ്യാസമില്ല, വിവരമില്ല, എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു കോമൺ സെൻസ് ഉണ്ടാവില്ലേ ഒരു സ്ഥലത്ത് എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതെന്ന്. ഹീറോയിസം, ഭയങ്കര ഹീറോയിസം, ചീപ്പ് ഹീറോയിസം കാണിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ വിചാരം ലൈവിലൊരു 5000 പേര് ലൈവ് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കാശ് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ, തൊപ്പിയുടെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെല്ലാം തികഞ്ഞു, അവൻ ലോകത്തിൽ തന്നെ വലിയ കൊമ്പനായി തീർന്നെന്ന് തോന്നലാണ് കേസ്. ഈ ഒരു അഹങ്കാരം ഓവറായിട്ടുള്ള പ്രശ്നം എന്താ അറിയോ? അത് മനുഷ്യന്മാരുടെ വേദന മനസ്സിലാവില്ല. എമ്പതി പറഞ്ഞ സാധനം ചിലപ്പോൾ ഇല്ലാണ്ട് പോകും. അപ്പോൾ തൊപ്പി ഇവനെയൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ തലയിൽ കയറ്റി വെക്കണ പരിപാടി ഉണ്ടല്ലോ, അതൊന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ, ഈ തിന്നിട്ട് എല്ലുമ്മ കുത്തണ പരിപാടി തൊപ്പിയുടെ കാര്യമില്ലാട്ടോ പറയുന്നത്. തൊപ്പീനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ഞാൻ മമ്മൂൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ തൊപ്പിക്കും കൂടി ചീത്തപ്പേരായിരിക്കും മമ്മു എന്നുള്ളതിനെക്കുറിച്ച് തൊപ്പി ഇനിയെങ്കിലും ഒന്ന് കൃത്യമായി മനസ്സിലാക്കണം എന്നാണ് ആക്കണത്. അപ്പോൾ മമ്മു മറ്റേ ഒന്ന് ആ കുളിസീൻ കേസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായില്ല, ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ പെട്ടതാണ്. പിന്നെ മനുഷ്യന്മാരല്ലേ ഇങ്ങനെ തെറ്റുപറ്റും ലെവലിൽ അന്ന് തൊപ്പി ആളുകളൊക്കെ ഒന്ന് 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 ഒരു അയവ് ആ പോട്ടെ ആ ഒരു ലെവലുണ്ടായിരുന്നു. പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിടേണ്ട ഒരു സാധനം ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. അവനെന്തോ അന്ന് ഞാനൊന്ന് കയറ്റി അടിച്ചതാണ് ഹീറോയിസം രീതിയിൽ എന്നൊക്കെ ഒരു സംഭവമൊക്കെ പറയുന്നു. പക്ഷേ ഇപ്പോൾ TTRുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല കേസ്. സംഗതി ഇതാണ്, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയണത്. MRC ഗ്യാങ്ങിലെ മമ്മു, ജാസി, ആദിൽ, ഇവർ 3 പേരും കൂടി കുറ്റിപ്പുറത്തുനിന്ന് കൊച്ചിയിലേക്ക് ട്രെയിനിൽ പോവായിരുന്നു. സംഭവം രാത്രി 11:15 എന്തായിരുന്നു സമയം, 12 മണിയോടെ അടുത്തിറങ്ങും. അപ്പോൾ ഇവർ ജനറൽ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ഇവർ നിൽക്കുന്ന സമയത്ത് ട്രെയിൻ ഇങ്ങനെ ഓടിത്തുടങ്ങിയായിരുന്നു. അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ആ ബോഗിയിലേക്ക് എത്താൻ വണ്ടി മൂവിങ് ആണല്ലോ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ അവിടുത്തെ പോലീസിനോട്, റെയിൽവേ പോലീസിനോട് പറഞ്ഞപ്പോൾ അവർ പറയും, മക്കളെ നിങ്ങൾ ഇത് അവരുടെ ലൈവിൽ തന്നെ പറയുന്ന സംഗതിയാണ് കേട്ടോ. ലൈവ് കണ്ട ആളുകൾക്ക് മനസ്സിലാവണം, അറിയാത്തവർക്ക് ഞാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഈ സ്ലീപ്പറാണ് ഇത്ര ഫ്രണ്ടിലുള്ളത്, അപ്പോൾ സ്ലീപ്പറിൽ ഇപ്പോൾ കയറിക്കോളി, എന്നിട്ട് അവിടുന്ന് ടിക്കറ്റ് മാറിയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ശരി എന്നിട്ട് ടിക്കറ്റ് മാറാൻ വേണ്ടി ഇവർ സ്ലീപ്പറിൽ കയറി. അങ്ങനെ പല TTRമാർ അങ്ങനെ സമ്മതിക്കലും ഉണ്ട്, ഇതേ സാധാരണ സമ്മതിക്കലുണ്ട്. അപ്പോൾ ഇവരവിടെ പോയപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ ലൈവിൽ ഇവർ പറയുന്നത്, അപ്പോൾ TTR പറഞ്ഞത്രേ അങ്ങനെ ഇത് മാറ്റാനൊന്നും പറ്റില്ല, നിങ്ങൾ കഞ്ചാവ് അടിച്ചിടണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ മേലിൽ കലിപ്പ് തീർക്കാൻ തുടങ്ങിയത്. ഇത് ഇവർ ലൈവിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, അപ്പോൾ ഇവർ ലൈവ് ഇട്ടിട്ട് ഇവർ പറയണ അപ്പോൾ തന്നെ തൊപ്പിനെ വിളിക്കണമുണ്ട് അതിൽ. അപ്പോൾ ഞങ്ങളെ തല്ലാൻ നോക്കി, എന്നെ തല്ലാൻ നോക്കി, മമ്മൂനെ തല്ലാൻ നോക്കി എന്നൊക്കെ. അപ്പോൾ എന്നെ തല്ലാൻ നോക്കി, എന്നാൽ കീറടാ എന്നുള്ള ലെവലിലൊരു സംഭവം ആണ് തൊപ്പിയുടെ ഭാഗത്തു നിന്നാണ്. എനിക്ക് പിന്നെ അവന്മാർ ലൈവിൽ കയറിയാണ് മേയാണ്, ലൈവിൽ കയറി മേയെന്നല്ല, പിന്നെ അവന്മാർ അവിടെ പോലീസുകാർ വരണതും അവരുടെ അഡ്രസ്സ് വെക്കണതും നീ ഏതാന്നുള്ള രീതിയിലൊക്കെ. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലേ ഇവർ, ഒരു കാര്യം മനസ്സിലാക്കണം, TTRൊക്കെ. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സംഭവമാണ്. എനിക്ക് ഇതിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ കേസ്, ഇപ്പോൾ മമ്മൂനെ തല്ലാൻ വേണ്ടി, മമ്മു മൈനറാണ് അല്ലേ, 18 വയസ്സിന് താഴെയാണ് പ്രായം, മമ്മൂനെ തല്ലാൻ വന്നു TTR എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇവന്മാരതിന് ശേഷം മമ്മു ലൈവിലൊക്കെ കാണിച്ച ഒരു അംഗം കണ്ടിട്ട് എനിക്ക് സംശയമുണ്ട് കേസ്. അതായത് അത് നുണ പറഞ്ഞതാണോ, അല്ലെങ്കിൽ മമ്മു ശരിക്കും മരുന്ന് വാങ്ങിയതാണോ? അങ്ങനെയല്ല, നമ്മളങ്ങനെ പതിച്ചിട്ടില്ല. എന്നാലും മമ്മൂൻ്റെ ഒരു സംഗതി കാണുമ്പോഴേ, അവ ഇടപെടുന്ന രീതി കാണുമ്പോഴേ, ചിലപ്പോൾ മമ്മ അങ്ങോട്ട് കയറി കയർത്ത് എന്തെങ്കിലും സംസാരിച്ചിട്ട് ഒരു പക്ഷേ TTR അങ്ങനെ ഇടപെട്ടതാവാനും സാധ്യതയുണ്ട് കേസ്. അല്ല, നമ്മളൊരു സൈഡ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. മമ്മു പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മമ്മു ആയിക്കോട്ടെ TTR ആയിക്കോട്ടെ, നമ്മൾ ഒരു വേർഷം മാത്രം കണ്ടിട്ട് സംസാരിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ എന്താണ് സത്യാവസ്ഥ എന്ന് ഇപ്പോഴും അറിയില്ല. ഇതിൽ കുറച്ചെങ്കിലും വിവരമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് മറ്റേ ജാസി ഇവന്മാർ ജാസി ആദ്യം ഈ മമ്മൂന് തീരെ പോകത്തില്ല കേട്ടോ, തീരെ പോകത്തില്ല. അവൻ എന്തൊക്കെ പറഞ്ഞു, നിങ്ങളാരാ, നീ ഏതാ, അതുപോലെ പോലീസ് അവിടെ അവർ കാര്യങ്ങൾക്ക് അറിയുന്നതാണ്. അതായത് അവർ ജോലിയെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് വളരെ സിമ്പിളായിട്ട് FIR ഇടാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റും റെയിൽവേ പോലീസിന്. പിന്നെ അവിടെ തോന്നിയ പോലെ അങ്ങനെ വീഡിയോ ചിത്രീകരിക്കാനൊന്നും പറ്റില്ല. വീഡിയോ ചിത്രീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് കാണിച്ചിട്ട് അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഇവർ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വീഡിയോ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോസ് ചെയ്യുന്നത്, അവരെ ത്രറ്റൻ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അവർ ആ പോലീസുകാർ പറയുന്നുണ്ട് വളരെ സ്നേഹത്തോട്, നിങ്ങൾ എൻ്റെ മക്കളുടെ പ്രായമുള്ളത് എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും യുവമാർ കയറി മേയാണ്, നിങ്ങളുടെ വീട് എവിടെയാണ്, അഡ്രസ്സ് എന്താണ് എന്നൊക്കെ.
ഫേസ് വാല്യൂ ഇല്ല അത്ര ടി ടി ആറിന്. മമ്മൂൻ്റെ ഡയലോഗാണ് ഫേസ് വാല്യൂ. എന്താണ് അവസ്ഥ? മമ്മൂക്ക് കാട്ടിട്ടുണ്ടെങ്കിൽ ആവാൻ പറ്റുമോ ടി ടി ആർ? അതാണ് മനസ്സിലാവാത്തത്. ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഇവൻ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 10 പേര് നമ്മളെ അറിയാമെന്നുള്ള ഒരു ലെവലിൽ അഹങ്കാരം കാണിച്ചുള്ളൊരു സംഭവമാണ്. ഈ അഹങ്കാരം കുറയ്ക്കണമെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MRZ മമ്മു എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അതിൽ ആ MRZ എന്നാണ്ട് ഒഴിവായി കിട്ടിയിട്ടുണ്ടെങ്കിലേ മമ്മു മാത്രമായിട്ടുണ്ടെങ്കിൽ അപ്പം അതിന് മനസ്സിലാവും എന്താ അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന്. ഞാനൊരു കാര്യത്തിലേക്കുന്നു, ഈ തൊപ്പി വന്നതും ഇതേപോലെ അവനൊരു ബിഹേവിയർ വിഷയങ്ങളുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയാം. അല്ല നമ്മളൊക്കെ പെർഫെക്റ്റ് ആണെന്നല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ തൊപ്പിക്ക് പുറം ലോകമായിട്ട് അത്ര ബന്ധമില്ലാത്ത രീതിയിൽ അവൻ കുറച്ച് കാലം നിന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ അങ്ങനെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് വലിയ ഐഡിയ അല്ലായിരുന്നു തുടക്കത്തിലൊക്കെ. പിന്നീട് അവൻ കുറേ പണികൾ കെട്ടി ഇങ്ങനെ പഠിച്ചു വന്നതാണ്. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഈ 10,000 20,000 ഈ ഒരു സപ്പോർട്ടല്ല. ഒരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിയമപരമായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ ഒതുങ്ങി. അവൻ അങ്ങനെയുള്ള കുറേ പെയിൻഫുള്ളായ എക്സ്പീരിയൻസിലൂടെ പോയപ്പോൾ ഒതുങ്ങി. പക്ഷെ മമ്മു അങ്ങനെ പെയിൻഫുള്ളായ എക്സ്പീരിയൻസ് കൂടെ അധികം പോയിട്ടില്ല തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവൻ ഇപ്പോഴും ഈ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലാത്തത്. ഓൻ്റെ അഹങ്കാരം എന്തായാലും ഒന്ന് ഒതുക്കണം എന്നാണ് MRZ ഗ്യാങ്ങിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് തൊപ്പി, ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ്, തൊപ്പി എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. പക്ഷെ അവന് കൂടി ഒരു ചീത്തപ്പേരാവും MRZ മമ്മുവിൻ്റെ ഇടപെടൽ. അവൻ മെയ്യാണ്, ലൈവിലൊക്കെ കയറി മെയ്യാണ്. ലൈവ് കട്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്തോ ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുകയാണ് എന്നൊക്കെ പറയും. ശരി, ലൈവ് അല്ല അത് ചെയ്യണം തന്നെ തെറ്റാണ്, വേറെ കാര്യം. പക്ഷേ ഇവൻ അവരുടെ ആളുകളുടെ ഇടപഴകുന്ന രീതി ഉണ്ടല്ലോ, അതായത് ഇവൻ തന്നെയാണ് വലിയ ആൾ. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു വർത്തമാനം ഉണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ ഇനി അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പുറത്ത് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആവാമെന്ന്. എൻ്റർടൈൻമെൻറ്റ് എന്താ ഉദ്ദേശിക്കണത്? അത് എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ഇവന്മാർ ഈ ലൈവ് ചെയ്യണത് തന്നെ ഒരു പ്രൂഫാക്കി വെച്ചുകൊണ്ട് മറ്റേ അവർക്ക് റെയിൽവേ പോലീസിൻ്റെ DTRനൊക്കെ ഇവന്മാർക്കെതിരെ ഒരുപാട് കേസ് എടുക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം അവിടെ അനധികൃതമായിട്ട് ലൈവ് ചെയ്തു എന്നുള്ളൊരു സാധനം, വീഡിയോ എടുത്തു എന്നുള്ളൊരു സാധനം. പിന്നെ അതേപോലെ തന്നെ അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു സംഗതി, അവർ ഡിഫെയിം ചെയ്യാൻ ശ്രമിച്ചു, അതും ജോലിയുടെ ഇടയിൽ. ഒക്കെ വമ്പ ഒഫൻസുകളാണ് കേസ്. അത് MRZ മമ്മൂന് അത് എത്രത്തോളം ധാരണ ഉണ്ടെന്ന് അറിയില്ല. ജാസി അതേപോലെ ആദ്യം ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താ വെച്ചാൽ കുറച്ചും കൂടി ഒരു ബോധത്തിൽ സംസാരിക്കുന്നുണ്ട്, കുറച്ചെങ്കിലും കേട്ടോ. തമ്മിൽ ഭേദം തൊമ്മൽ രീതിയിൽ ജാസി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ മമ്മ ഒരു പൊടിക്ക് പോലും ഒതുങ്ങണില്ല. അതാണ് മമ്മ ഒരു വിവരം കെട്ട ബോനെ ഈ MRZ ഗ്യാങ്ങിൽ ഇപ്പോഴും നിലനിർത്തുന്നുണ്ടല്ലോ എന്നാണ് ഗൈസ് എൻ്റെ ഒരു അത്ഭുതമാണിത്. അവനെ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിങ്ങിനൊക്കെ വിട്ടിട്ട് ഒരു ബിഹേവിയർ പ്രോബ്ലംസ് ഈ സംഗതികളൊക്കെ ഒന്ന് കറക്റ്റാക്കി ഒന്ന് അടിപൊളിയാക്കിയിട്ട് കൊണ്ടുവന്ന് നന്നായിരിക്കും. അതുമല്ല ഇപ്പോൾ തൊപ്പി ഇപ്പോൾ കൺസേർട്ട് അവർ പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ആളുകളുടെ ഇടയിൽ ഫാമിലി ഓഡിയൻസും ഒക്കെ നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇങ്ങനെ പുതിയൊരു വിവാദമായിട്ട് വരണത്. ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഇട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ വേറെ കാര്യം, ഇവരുടെ ഈ ഒരു കാര്യത്തെ ഹീറോയിസമായിട്ട് മമ്മൂനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഹീറോയിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് വിചാരിക്കുക, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ. നിങ്ങളൊരു കാര്യം വെച്ചേക്ക്, എന്ത് മാതൃകയാണ് ഇവന്മാർ കൊടുക്കുന്നത്. ഈ കുട്ടികൾ ഇന്ന് ഇവന്മാരിന്ന് ഇൻസ്പയർഡായിട്ട് ഇതിനപ്പുറത്തേക്ക് ചെയ്യൂല എന്ന് ആര് കണ്ട്? മമ്മു ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ, തൊപ്പിയുടെ ഗ്യാങ് അങ്ങനെ ചെയ്തല്ലോ, അപ്പം നമുക്കത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ നിയമം കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ, ഇവന്മാർ ഈ ഒരു ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ഒരു മറ്റുള്ള ആളുകളുടെ ഒരു സേഫ്റ്റി സെക്യൂരിറ്റി അവരൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഇവന്മാർ എന്ത് തോന്നിയ ദിവസം ചെയ്യൂലേ? ഫേസ് വാല്യൂ ഇല്ല അത്രേ. TTRനെ കുറിച്ച് പറയണം മമ്മ, ഫേസ് വാല്യൂ ഇല്ല അത്രേ. അപ്പോൾ ഫേസ് വാല്യൂ ആണ് ഇവന്മാരെ വലിയ കാര്യം അല്ലേ? മാർക്കറ്റ്, ഫേസ് വാല്യൂ, സെലിബ്രിറ്റി ആവുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇവന്മാരെ പോലെ സെലിബ്രിറ്റി ആവണമെന്നാണ് ഇവന്മാർ വിചാരിക്കുന്നത്. MRZ എന്നുള്ളൊരു ഗ്യാങ് ഇല്ലെങ്കിൽ മമ്മൂന് എന്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേസ്. മമ്മു അവൻ്റെ ടാലൻറ്റ് വെച്ച് അടിപൊളിയായിട്ട് കയറി വന്നു. അവനെന്ത് ടാലൻറ്റാണ് ഉദ്ദേശിക്കണത്? അവൻ വിവരക്കേട് വിളിച്ച് പറയേ, അല്ലെങ്കിൽ തൊപ്പിയുടെ സപ്പോർട്ട് കിട്ടുക, ഇതാണോ അവൻ്റെ ടാലൻറ്റ്? അതൊക്കെ തിന്നിട്ട് എല്ലുമ്മ കുത്തുക എന്നുള്ളൊരു സംഗതിയാണ് മമ്മൂനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കേസ്. തൊപ്പി ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യണ തലകയറ്റി വെക്കണ പരിപാടി ഒന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവനെ തന്നെ മനസ്സിലാവും എന്താണ് സംഗതി. ഇവളൊരു കാര്യം ആലോചിച്ച്, എഡ്യൂക്കേഷൻ ഇല്ലാത്ത, ബിഹേവിയറൽ സംഗതി ഇല്ലാത്ത, പ്രത്യേകിച്ച് ഒരു ടാലൻറ്റും ഇല്ലാത്ത, എന്ന് വെച്ചാൽ ഒരു കഴിവില്ല എന്നല്ല പറഞ്ഞു വരുന്നത്, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും അറിയാത്ത ഒരാളെ, അതേപോലെ തന്നെ മറ്റുള്ളവരിങ്ങനെ അപമാനിക്കുന്ന ഒരാളെ ആര് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചിട്ട കേസ്? അത് നിയമപരമായിട്ട് ഇങ്ങനെ കേസുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും നന്നായിട്ടുണ്ട്. ഇപ്പോൾ തൊപ്പീനെ ഫാമിലി മൊത്തം ഏറ്റെടുത്തൊരവസ്ഥയിൽ അവർ ലൈവിലൂടെയും അങ്ങനെ പാട്ടുകളിലൂടെയും അതേപോലെ കുറേ ആളുകളെ ലൈവിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് കുറേ അവസരങ്ങൾ, വിസിബിലിറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് തൊപ്പിയിൽ. വലിയ കാര്യമാണ്. അപ്പോൾ ഒരു
രസമുള്ളൊരു വൈബാണ്. ഇപ്പോൾ ഹനാൻ ഷാൻ്റെ നമ്മൾ വ്ളോഗ്സ് കാണൂലേ, ഇപ്പോൾ എനിക്ക് ഹനാൻ ഷാൻ്റെ വ്ളോഗ്സ്, അതേപോലെ തൊപ്പിയുടെ ലൈവ്, ഇതൊക്കെ ഭയങ്കര, ഞാൻ ഏറ്റവും പോയി കിടക്കുന്ന സമയത്തൊക്കെ ഇവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ മമ്മും ജാസിയും ആദ്യം കൂടി ഉണ്ടാക്കിയുള്ള ഒരു കോൺട്രവേഴ്സി കാണുമ്പോൾ എം.എസ്.സി ഗ്യാങ്ങിന് ഇഷ്ടപ്പെടുന്ന ഒരാളിൻ്റെ ലെവലിൽ, പ്രത്യേകിച്ച് തൊപ്പീനായിട്ട്, ഞാൻ തൊപ്പീനെ കണ്ടിട്ടാണ് ഈ സംഗതി മൊത്തം, തൊപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളിൻ്റെ ലെവലിൽ എനിക്കത് ഭയങ്കര വിഷമമായി തീരുന്നുണ്ട്. കേസ് അയ്യേ എന്നുള്ളത്, എന്താണ് ഇവന്മാർ കാണിക്കണമെന്നൊരു സംഗതി. അതുമല്ല എനിക്ക് തോന്നണത് തൊപ്പീനെ ഇവന്മാർ, തൊപ്പിക്ക് കാര്യം അറിയാണ്ടേ തോന്നി, അതായത് ഇന്ന് നല്ല പണി കൊടുക്കടാ കീറിടാ എന്നുള്ള ലെവലിൽ തൊപ്പി പറഞ്ഞു. അതായത് മമ്മൂനെ തല്ലി എന്ന് മമ്മൂ ഇങ്ങനെ പറയുന്ന സമയത്ത്, തല്ലാൻ വന്നു എന്ന് പറയുന്ന സമയത്ത് തൊപ്പിക്ക് സ്വാഭാവികമായിട്ട് എം.എസ്. ഗ്യാങ്ങിനോട് സ്വന്തം ചെക്കന്മാരുടെ രീതിയിലൊരു ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതിന് തിരിച്ചെന്ന് പ്രതികരിക്കടാ എന്നുള്ളൊരു സംഗതി പറഞ്ഞ് തൊപ്പി അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതാണ് ശരിക്കുള്ള കേസ് എന്ന്. തൊപ്പിനെ അന്തം വിട്ടിട്ടുണ്ട്, അയ്യോ പണി പാളിയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. പാവം നിങ്ങളാ തൊപ്പിയുടെ അവസ്ഥ എന്ന് ആലോചിച്ചേക്ക്. അതായത് ഇവർക്കൊരു വക്കീലുണ്ടല്ലോ, വക്കീൽ ആ ലൈവിൽ ജോയിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് എൻ്റെ ആ ലൈവ് കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഗതി. പക്ഷേ ഇവന്മാരത് ആക്സെപ്റ്റ് ചെയ്യണ്ടായിരുന്നു. ഇവന്മാരപ്പോഴേക്ക് ഹീറോസായി, തൊപ്പി ഞങ്ങളുടെ അടുത്ത് അവരെ കീറാൻ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. എന്താണ് അവസ്ഥ? എന്തായാലും നന്നായിട്ടുണ്ട് ഗൈസ്. എന്തായാലും TTRനോട് കളിച്ചതിന്, അവിടെ ഇങ്ങനെയുള്ള തോന്നിയാസ വീഡിയോ ലൈവ് ചെയ്യുന്നതിന് അവന്മാർക്കെതിരെ കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവന്മാർ ഇതും കയറി മെഴുകിയിട്ട് ലൈവിൽ ഇനിയും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി വേറെ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. നിയമപരമായിട്ട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റിയെന്ന് തൊപ്പി തന്നെ ഒരു എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എം.എസ്.സി ഗ്യാങ് തന്നെ മൊത്തത്തിൽ അവരെ നോക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ ഒരു തീരുമാനത്തിൽ എത്തുന്നുണ്ടാവും. അത് എം.എസ്.സി മമ്മൂനെ അവിടുന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥയിലേക്കാണെങ്കിൽ മമ്മു വട്ടം തിരി, അവൻ്റെ അഹങ്കാരം തന്നെ നിലച്ചോളും എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. അന്ന് തന്നെ അവൻ കരഞ്ഞു മെഴുകണത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ലൈവിലല്ലേ. എന്തായാലും തൊപ്പി ഒന്നുകൂടിയൊക്കെ ഒന്ന് റീകൺസിഡർ ചെയ്യണം. എം.എസ്.സി മമ്മൂൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ്, ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അവൻ്റെ ഒരു അഹങ്കാരം, അവനെ കൗൺസിലിങ്ങിന് വിടേണ്ട ഒരു സംഗതി എന്നൊക്കെ. അതേപോലെ തന്നെ തൊപ്പി കുറച്ചുകൂടി ഒന്ന് കെയർഫുൾ ആയിരിക്കണം തോന്നുന്നു. ചാടി കയറിയിട്ടൊരു കാര്യത്തിന് പ്രതികരിക്കുന്നതിന് പകരം എന്താണ് പറ്റി, എന്താ കാര്യം എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഇടപെടാൻ ശ്രമിച്ച അടിപൊളിയായിരിക്കും തോന്നുന്ന കേസ്. അല്ലെങ്കിൽ വിസിബിലിറ്റി കൂടുന്ന സംഭവം ശരി. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഇങ്ങനെ സംഗതി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 10 സബ്സ്ക്രൈബേഴ്സെങ്കിൽ 10 സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടായിരിക്കും, മമ്മൂനെ കൂടുതൽ ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇതാണോ ഉദ്ദേശിക്കുന്നത്, ഓനൊരു സെലിബ്രിറ്റി ആവാന്നാണ് ഉദ്ദേശിക്കുന്നത് മമ്മു? അതിനുള്ള ബോധമൊന്നും അതിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കേസ്. ഇനി ഇപ്പോൾ വമ്പൻ സെലിബ്രിറ്റി ആയി എന്ന് തന്നെ വിചാരിക്കും, ഇപ്പോൾ എന്താകും ഇതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എനിക്കത് മനസ്സിലാവത്ത്. തൊപ്പി ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തോ ഒരു ലക്കിന് രക്ഷപ്പെട്ട് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവൻ്റെ ഗ്രോത്ത് മോശമായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് അവരൊരുപാട് വിവാദങ്ങളിൽ പെടാൻ സാധ്യത ഉണ്ടായിരുന്നു തൊപ്പി. എന്തോ ലക്ക് കൊണ്ട്, ആരൊക്കെ സപ്പോർട്ട് കൊണ്ട് അതിന്ന് ആ സ്റ്റേജിൽ നിന്ന് മറികടന്ന് വന്നാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെഗറ്റീവായ കൂട്ടത്തിലൊക്കെയാണ് തൊപ്പി എത്തിപ്പെട്ടെങ്കിൽ നിങ്ങളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ തൊപ്പിക്ക് ആ ഒരു കടപ്പാട് സമൂഹത്തിനോടുണ്ട്, ആ ഒരു എമ്പതി ആളുകളോടുണ്ട്. തൊപ്പി പറയുന്നുണ്ടല്ലോ അവന് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇതിന്നൊക്കെ മമ്മൂനൊരു ധാരണ കിട്ടണ്ടേ. മമ്മു ഇതിലിപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മമ്മു വലിയ ഹീറോ ആയിരിക്കും, അവന് 10 ഇൻ്റർവ്യൂ കിട്ടിയെന്നുള്ളതുകൊണ്ട്, അവൻ ലൈവ് ചെയ്യുമ്പോൾ 10 പേര് കാണുന്നുള്ളതുകൊണ്ട്, അവൻ ഈ ബുദ്ധിയും വിവരം ബോധമൊന്നും ഇല്ലാണ്ട് അവൻ ഇങ്ങനെയുള്ളൊരു ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ളൊരു മനുഷ്യരായിട്ടോ മറ്റുള്ളവർ പലരും കരുതുന്നുണ്ടായിരിക്കാം, വെറുക്കപ്പെട്ടവനായിട്ടുമൊക്കെ. അത് മമ്മൂനെ ഒരുപാട് ബാധിക്കില്ലേ ഗൈസ്? അല്ല അങ്ങനെ ചിന്തിക്കാനുള്ള ബോധം അവൻ ഉണ്ടാവണമെന്നില്ല അല്ലേ, ഉണ്ടെങ്കിൽ അവൻ ഇതൊന്നും ചെയ്യില്ലായിരുന്നു എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തൊപ്പി മമ്മൂനെ പുറത്താക്കണം എന്നല്ല എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്. അവന് ഒരു പണിഷ്മെൻ്റ് കൂടിയും കിട്ടേണ്ട സമയമായി തോന്നുന്നു കേസ്. ഒന്നുകൂടിയൊക്കെ നിയമമായിരിക്കും ഒരു സോഷ്യലായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുത്ത് തന്നായിരിക്കും. അല്ലെങ്കിൽ എം.എസ്.സി ഗ്യാങ്ങിനെ കുറിച്ചുള്ള എല്ലാ വിലയും നാട്ടുകാരുടെ ഇടയിൽ, ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിൽ പോകുന്നതാണ് കേസ് തോന്നുന്നത്. പിന്നെ ഇതൊന്നും ഇന്നത്തെ കിഡ്സ് റോൾ മോഡലാക്കി എടുക്കേണ്ട ഒരു സംഗതി അല്ല, ഒരിക്കലും അല്ല. അതുമല്ല ഇപ്പം തന്നെ കിഡ്സിനൊക്കെ, കുട്ടികൾക്കൊക്കെ അവർക്ക് തന്നെ നല്ല ബോധം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കുറച്ചെങ്കിലൊക്കെ. അവർക്ക് വരുന്ന കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലൈവിൽ വരുന്ന കമൻറ്റുകളും അവർ വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റുകളും ഒക്കെ. തൊപ്പിക്കൊപ്പം വളർന്നുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ മമ്മൂൻ്റെയൊക്കെ ഈ പൊന്നാരങ്ങളി കാണുമ്പോഴേ